Hello everyone. Welcome once again to my channel Incredible English. ഇന്ന് കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആവുന്ന 25 ഈസി സെന്റൻസസ് ആണ് നോക്കാൻ പോകുന്നത്. 25 സെന്റൻസസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് ആണ്. ആദ്യത്തേത്, ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ചോദിക്കാം? വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു ഡു? വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു എന്നൊരു വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടു അല്ലെങ്കിൽ റിക്വയർഡ് ടു, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ആം ഐ സപ്പോസ് ടു ഡു നൗ എന്നാക്കാം. എനിക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു. ഓക്കെ, അടുത്തത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്, ഞാൻ എന്താണ് പറയേണ്ടത്. വാട്ട് ആം ഐ സപ്പോസ് ടു സേ ഇൻ സച്ച് എ സിറ്റുവേഷൻ. വാട്ട് ആം ഐ സപ്പോസ് ടു സേ എന്നാക്കി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വാട്ട് ആം ഐ സപ്പോസ് ടു സേ. അടുത്തത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്കെന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ബി ഡൺ എന്ന് നമുക്ക് ചോദിക്കാം. എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ബി ഡൺ. ഓക്കെ, അടുത്തത്, എന്ത് ചെയ്യണം, എന്താ ചെയ്യുക. അപ്പൊ നമ്മൾ പറയല്ലേ എന്താ ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകാറുണ്ട്, എന്താ ചെയ്യുക, ഇങ്ങനൊരു കാര്യത്തിൽ എന്താ ചെയ്യുക, വാട്ട് ടു ഡു എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും, വാട്ട് ടു ഡു. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? യു വാണ്ട് ടു സേ എനിത്തിങ്, അല്ലെങ്കിൽ സിംപ്ലി എനിത്തിങ് ടു സേ, എന്തെങ്കിലും പറയാനുണ്ടോ, എനിത്തിങ് ടു സേ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ, എനി ക്വസ്റ്റ്യൻസ്. അപ്പൊ എനിയുടെ ഒരു മാജിക് ആണ്, എന്തെങ്കിലും ഏതെങ്കിലും നമുക്ക് ചോദിക്കാം. എനിത്തിങ് ടു സേ, എന്തെങ്കിലും പറയാനുണ്ടോ. എനിത്തിങ് ടു ആസ്ക്, എനിത്തിങ് ടു ആസ്ക് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിത്തിങ് ടു ആസ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ. എനിത്തിങ് ടു സേ, എന്തെങ്കിലും പറയാനുണ്ടോ. എനിത്തിങ് ടു ആസ്ക്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ. എനി ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ. നമ്മൾ കേൾക്കാറുണ്ട്, ഒരു സെഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എനി മോർ ക്വസ്റ്റ്യൻസ്, എനി ക്വസ്റ്റ്യൻസ്, എനി മോർ ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്സ് എന്നൊക്കെ കാണാറുണ്ട്. ഓക്കെ, അടുത്തത്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടോ. എനി അപ്ഡേറ്റ്സ്, എന്തിന്റെയെങ്കിലും ഫോളോ അപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കും, എനി അപ്ഡേറ്റ്സ് എന്ന് ചോദിക്കും. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. ആരെങ്കിലും വിളിച്ചോ. ഹാസ് എനിവൺ കോൾഡ്. ഇതെല്ലാം എനി മാജിക് ആണ് പോണത്. ഇനി എന്നുള്ള ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഹാസ് എനിവൺ കോൾഡ്, ആരെങ്കിലും വിളിച്ചോ. ആർക്ക് വേണമെങ്കിലും എന്റെ കൂടെ വരാം. എനിവൺ ക്യാൻ കം വിത്ത് മീ, ആർക്ക് വേണമെങ്കിലും എന്റെ കൂടെ വരാം. ഓക്കെ, ആർക്കെങ്കിലും എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ. എനിബഡി വോണ്ട്സ് ടു കം വിത്ത് മീ. ആർക്കെങ്കിലും എന്റെ കൂടെ വരണോ, താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് എനിബഡി വോണ്ട്സ് ടു കം വിത്ത് മീ. ഒന്നും ചെയ്യാനാകില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് പറയൂലേ, ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനാകില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ക്യാൻ ബി ഡൺ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനാകില്ല, അതാണ് നത്തിങ് ക്യാൻ ബി ഡൺ. അടുത്തത്, ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല, ഇതുവരെ. നത്തിങ് ഈസ് ഡൺ സോ ഫാർ. നത്തിങ് ഈസ് ഡൺ. മുമ്പേ നമ്മൾ പറഞ്ഞത് ക്യാൻ ബി ഡൺ ആയിരുന്നു, ഇപ്പൊ പറഞ്ഞത് ഈസ് ഡൺ ആണ്. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഇതുവരെ ഒന്നും ചെയ്തില്ല, നത്തിങ് ഈസ് ഡൺ സോ ഫാർ. സോ ഫാർ എന്ന എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ എന്നുള്ളതാണ്. ഒന്നും ചെയ്യാനില്ല, നത്തിങ് ടു ഡു. ഒന്നും ചെയ്യാനില്ല. ആദ്യം പറഞ്ഞത് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണ്. ഇത് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളത് നത്തിങ് ക്യാൻ ബി ഡൺ എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല, നത്തിങ് ടു ഡു. ഒന്നും ചെയ്യാനില്ല, നത്തിങ് ടു ഡു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. സെയിം, ഇതുമായി ബന്ധപ്പെട്ടെന്നായി. അവിടെ ആ ഒരു വ്യത്യാസമേ വന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. നത്തിങ് ഈസ് ടു ബി ഡൺ ഇൻ ദിസ് റിഗാർഡ്. ഇതുമായി ബന്ധപ്പെട്ട്, ഇൻ ദിസ് റിഗാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. നത്തിങ് ഈസ് ടു ബി ഡൺ ഇൻ ദിസ് റിഗാർഡ്. ഒന്നും പറയാനില്ല, നത്തിങ് ടു സേ. നത്തിങ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ.
എനിത്തിങ് ടു ആസ്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ടു ആസ്ക്. ഒന്നും പറയാനില്ല. നത്തിങ് ടു സേ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഡോണ്ട് വാണ്ട് ടോക്ക് അബൌട്ട് ദിസ്. എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നുവെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദിസ്. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ എന്നൊക്കെ പറയില്ല. അതിന് പകരം നമുക്ക് ഒരു സിമ്പിൾ സെന്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് പറയാൻ പറ്റും. ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്, ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദിസ്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇവിടെ ചോദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഡോണ്ട് യു വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദിസ്? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടേ ആഗ്രഹിക്കുന്നില്ലേ എന്ന് എക്സ്പ്ലിസിറ്റ്ലി അവിടെ ഒരു വേർഡിലൂടെ പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നതാണ് ഡോണ്ട് യു വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദിസ്. ചർച്ച ചെയ്യേണ്ടേ. അടുത്തത്, അവിടെ ആരോ ഉണ്ട്. സംവൺ ഈസ് ദെയർ. അവിടെ ആരോ ഉണ്ട്. സംവൺ ഈസ് ദെയർ. നിനക്ക് വേണ്ടി ആരോ അവിടെ കാത്തു നിൽക്കുന്നു. സംവൺ ഈസ് വെയിറ്റിംഗ് ദെയർ ഫോർ യു. സംവൺ ഈസ് വെയിറ്റിംഗ് ദെയർ ഫോർ യു. നിനക്ക് വേണ്ടി ആരോ അവിടെ കാത്തു നിൽക്കുന്നു. നിന്നെ ആരോ വിളിക്കുന്നു. സംവൺ ഈസ് കോളിംഗ് യു. നിന്നെ വിളിക്കാൻ ആരോ ശ്രമിക്കുന്നു. someone is trying to call you. നിന്നെ ആരോ വിളിക്കുന്നു. someone is calling you. അവിടെ വാതിലിനടുത്ത് ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു. I feel someone is there near the door. I feel someone is there. അവിടെ ആരോ അവിടെയുണ്ട്. near the door, വാതിലിനടുത്ത്. I feel എനിക്ക് തോന്നുന്നു. someone is knocking at the door. ആരോ വാതിലിൽ മുട്ടുന്നു. പെട്ടെന്ന് ആരോ വാതിൽ നോക്ക് ചെയ്യുന്നുണ്ട്. ആരോ വാതിൽ മുട്ടുന്നുണ്ട്. someone is knocking. someone is knocking at the door. അവിടെ ആരുമില്ല. no one is there. no one is there. അപ്പൊ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ്. someone, no one, nobody, everybody പോലെയുള്ള വേർഡ്സ്, nothing, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെന്റൻസസ് ആണ് നോക്കിയത്. അപ്പം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതുപോലെ ന്യൂസിൽ നിന്നുള്ള വേർഡ്സ് ഇതിന് ശേഷം ഉടനെ വരുന്നതായിരിക്കും. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ.